മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മളൊരിക്കലും ജീവിക്കരുത് കേട്ടോ. വേറെ ഒന്നുമല്ല. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഗ്ലാസ് വെച്ചിരിക്കണത്, ലിപ്സ്റ്റിക്ക് ഇട്ടിരിക്കണത്, ഞാനിങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. വേറെ ഒന്നുമല്ല, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടൊക്കെയായിരുന്നു ഞാനങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നത്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമായിരുന്നു. ലാസ്റ്റ് വീടിന് പുറത്തിറങ്ങണോട് കൂടിയിട്ട് ചുണ്ടുമ്പോൾ അത് പതുക്കെ തുടച്ച് കളയും. എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക, നമ്മൾ തെറ്റായിട്ട് വിചാരിക്കൂ, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ ഇപ്പം ഞാനങ്ങനെ മൊത്തത്തിൽ മാറി. വേറൊന്നുമില്ല, നമുക്കിപ്പം നമ്മളെ കൂടെ നിൽക്കാൻ നമ്മുടെ വീട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ആരെയാണ് പേടിക്കേണ്ടത്? നമ്മളങ്ങനെ തെറ്റായിട്ട് നടക്കുക ഒന്നും ചെയ്യണില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാം, വേറൊന്നുമല്ല. പിന്നെ ഞങ്ങൾ മോനെ സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടതാണ്, എക്സാം ആയതുകൊണ്ട്. പിന്നെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ അവനെ കൊണ്ടുവന്നാക്കാൻ പറഞ്ഞിട്ട് അവൻ വാശി പിടിക്കും. അപ്പം നമ്മൾ കൊണ്ടുവന്നാക്കാൻ പോയതാണ് കേട്ടോ. തൃശ്ശൂർ സ്കൂളിലാണ് പഠിക്കണത്. അത് കഴിഞ്ഞ് നമുക്ക് കൗതുകത്തോടെ ഒരു സാധനം കണ്ടു, ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി. വേറൊന്നുമല്ല, എനിക്ക് മൺചട്ടികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ വിൻസേട്ടൻ പറഞ്ഞു അത് വാങ്ങിക്കണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടി ഞാൻ നോക്കട്ടെ, നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ചേച്ചി എനിക്ക് അത് ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മയക്കെടുക്കണ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തോന്നി. ഇതാണ് അവസ്ഥ കേട്ടോ. ശരിയായില്ല. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ പിടിച്ചു. ചിലപ്പോൾ ശരിയാകുമായിരിക്കും. നമ്മൾ ആ മയക്കണ സംഭവം ഉണ്ടല്ലോ, അത് റെഡിയാകാത്തത് കൊണ്ടായിരിക്കാം. ഞാനിട്ട് ബാക്കി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ തട്ടെടുത്ത് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ. കഴിയുന്നോട് കൂടിയിട്ട് 10 മണിക്ക് ആയിട്ടുണ്ട്. കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഉണ്ണിയപ്പത്തിൻ്റെ ആ തട്ട് വാങ്ങിച്ചപ്പോൾ ഒരു ആഗ്രഹത്തിന് നമ്മളിങ്ങനെ ഉണ്ടാക്കി നോക്കിയെന്നുള്ളൂ. അതും ഞാൻ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് അല്ലാണ്ട് വ്യത്യസ്തമായിട്ട് വേറെ കൂട്ടമൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയതാണ്. പക്ഷേ ഉണ്ണിയപ്പം എന്തായാലും നല്ല ടേസ്റ്റിലും അടിപൊളിയായിട്ട് വന്നു. പക്ഷെ നമ്മുടെ തട്ട് മാത്രം പാളിപ്പോയി. അതിനെനിക്ക് ചീത്തയും കേട്ടു കേട്ടോ. വേറെ ഒന്നുമല്ല, ആൾ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചതാണല്ലോ. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനത് എങ്ങനെയെങ്കിലും ഞാനത് മയക്കി സെറ്റാക്കി എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിനി നമ്മൾ യൂട്യൂബിൽ തന്നെ ഉണ്ടാവുമല്ലോ കുറേ വീഡിയോസുകളും, അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം പോയി.